അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലേസ്മെൻറ്റുകളെ പറ്റിയിട്ടാണ് അല്ലേ. എല്ലാവർക്കും വേണം പ്ലേസ്മെൻറ്റ്. എല്ലാവരും ഏതാണ് നല്ല പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ്, ഇവിടെ എത്ര ഹയസ്റ്റ് പാക്കേജ്, ആവറേജ് പാക്കേജ് എന്നൊക്കെ നോക്കി പോകുന്ന ആളുകളാണ്. അവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കേൾക്കണേ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചീവീടിൻ്റെ ഒച്ച എന്തൊരു അലോസരമാണ്, അലോസരമാണ്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ വീട് ചെറുതായിട്ടൊരു റബ്ബർ തോട്ടത്തിൻ്റെ അടുത്താണ്, അതുകൊണ്ട് തന്നെ ചീവീടിൻ്റെ ഒച്ച ഉണ്ടാവും. നിങ്ങൾ എൻ്റെ ഒച്ച മാത്രം കേൾക്കുക, ഓക്കെ. അപ്പോൾ പ്ലേസ്മെൻറ്റുകളെ പറ്റി പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ക്യാമ്പസുകൾ പറയും ഞങ്ങളുടെ ക്യാമ്പസിൽ പഠിക്കുന്ന കൊച്ചിന് അത്ര കിട്ടിയിട്ടോ, 50 ലക്ഷം ഉണ്ട്, 60 ലക്ഷം ഉണ്ട്, 80 ലക്ഷം ഉണ്ട്, ഞങ്ങളുടെ ക്യാമ്പസിലാണ് പഠിച്ചത്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതൊരു പക്ഷേ ചതിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ചതിയിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി നടക്കാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എന്തൊക്കെ തരത്തിലുള്ള പ്ലേസ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതായത് മെയിനായിട്ട് 3 തരത്തിലുള്ള ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ്. മെയിനായിട്ട് 3 തരത്തിലുള്ള പ്ലേസ്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, പിന്നെ പൂൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, പിന്നെ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങാം. നിങ്ങളൊരു കോളേജ് വിദ്യാർത്ഥിയാണെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതെങ്ങനെ പറയുകയാണ്, പ്ലേസ്മെൻറ്റ് ഡ്രൈവുകൾ നടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിരിക്കണം, ഓക്കെ ആണല്ലോ. ഇനി പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്താണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ എന്ന് ചോദിച്ചാൽ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും, അതായത് പോകുന്നതിനെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല. അതായത് നിങ്ങൾ എവിടെയും പോകണമെന്നും വേണ്ട, നിങ്ങളുടെ കോളേജുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും, ഒരു കരാറുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ക്യാമ്പസിലേക്ക് ഓരോ കമ്പനികൾ വന്ന് സന്ദർശിക്കും. ഓക്കെ, കമ്പനികൾ സാധാരണയായി എന്താ പറയുക, ചുരുങ്ങിയ വിദ്യാർത്ഥികൾ, മീൻസ് എന്താ വെച്ചെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഒരുപാട് ക്യാമ്പസിലുള്ള എല്ലാവരെയും റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകത്തൊന്നുമില്ല. ചുരുങ്ങിയ വിദ്യാർത്ഥികളെ മാത്രമേ അവർ തിരഞ്ഞെടുക്കത്തുള്ളൂ. അതായത് കമ്പനികൾ വരുന്ന അവർക്കൊരു പ്രത്യേക ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ മതി, അങ്ങനെയുള്ള കുട്ടികളെ മതി എന്നുള്ള ഒരു എയിം ഉണ്ടായിരിക്കും അവർക്ക്. നമുക്ക് എയിം ഇല്ലെങ്കിൽ അവർക്ക് എയിമുണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ മാത്രമേ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, അതായത് ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒരു പ്രത്യേകതയാണത്. ഇനി ഓൺ ക്യാമ്പസിൻ്റെ മറ്റൊരു ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചെങ്കിൽ, മത്സരം പൂർണ്ണമായിട്ടും നമ്മുടെ സമപ്രായക്കാർ, അതായത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരും നമ്മുടെ ആ ഒരു, അതായത് ഫൈനൽ ഇയർ, നമ്മൾ ഫൈനൽ ഇയർ ആകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആ കോളേജിലുള്ള ആ ഒരു 500 പേര്, ഇപ്പം എത്ര, ഒരുപാട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഒരു 500 കാണും, 3-4 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു 70 വെച്ചിട്ട് 110 പേരൊക്കെ കാണുമായിരിക്കും. അത്രയും പേരുണ്ടാവുള്ളൂ. ഓക്കെ, അവരുമായിട്ട് മാത്രമായിരിക്കും നമ്മൾ മത്സരം നടക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മുടെ ആ ഒരു അറിവിൻ്റെ ആ ഒരു നിലവാരം മത്സരത്തിൻ്റെ ആ ഒരു ഇത് നയിക്കും. ഓക്കെ, എന്നിരുന്നാലും ഏറ്റവും നല്ല ഭാഗം നിങ്ങളുടെ ഇണകളുമായി, മനസ്സിൽ ലഡു പൊട്ടിയ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടാണ് കേട്ടോ. ലഡു പൊട്ടിയെങ്കിൽ അതങ്ങ് പൊട്ടിച്ചേക്ക്. നിങ്ങളുടെ കൂട്ടുകാരും ആയിട്ട് മാത്രം മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതായത് നിങ്ങളൊന്നിനെക്കുറിച്ചും വിഷമിക്കണ്ട, നിങ്ങളൊന്നിനെക്കുറിച്ചും അവലാതിപ്പെടണ്ട. നിങ്ങളുടെ കോളേജ് പ്ലേസ്മെൻറ്റ് ടീം നിങ്ങൾക്കായിട്ട് എല്ലാം അറേഞ്ച് ചെയ്യും. നിങ്ങളങ്ങ് രാവിലെ എന്താ പറയുക, അങ്ങ് ഇന്നൊക്കെ ചെയ്ത് നല്ല ടിപ്പ് ടോപ്പിൽ അങ്ങ് പ്രൊഫഷണൽ ലുക്കിൽ അങ്ങ് പോയി ആ ഒരു കസേരയിലേക്ക് അങ്ങ് ഇരുന്നാൽ മതി. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. വേറെ ഒന്നും, നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. വേറെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പസും അവിടുത്തെ പ്ലേസ്മെൻറ്റ് ടീമും നോക്കിക്കോളും. ഓക്കെ, ഇനി ഈ ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ എന്താ പറയുക, കുറച്ച് ഡീമെറിറ്റ് നമുക്ക് പറയാം, ദോഷങ്ങളൊക്കെ നമുക്കൊന്ന് പറയാമല്ലോ. എല്ലാത്തിനും ഒരു കോയിനാകുമ്പോൾ ഒരു നല്ലതും ചീത്ത ഉള്ളതുപോലെ ഇതിനും നല്ലതും ചീത്തയുണ്ട് കേട്ടോ. അതായത് എല്ലാം കോളേജിൻ്റെ കയ്യിലാണ്. അതായത് എന്താ പറയുക, എല്ലാം നിങ്ങളുടെ കോളേജിനെ ആശ്രയിച്ചിരിക്കും. ഏത് കമ്പനികളുമായിട്ട് അവർക്ക് നല്ല ലിങ്ക് ഉണ്ട്, അവയിൽ ഏതാണ് പ്ലേസ്മെൻറ്റിനായി വരുന്നത് എന്നുള്ളതൊക്കെയാണ്. അതായത് നമ്മുടെ നല്ല ക്യാമ്പസാണ്, നല്ല ഹൈടെക് ക്യാമ്പസ് ആണെങ്കിൽ അവർ വലിയ കമ്പനികളൊക്കെ ആയിട്ട് അവർക്ക് നല്ല ടൈപ്പ് ഒക്കെ ഉണ്ടാകും.
അങ്ങനെ ഇല്ലാത്ത ചുമ്മാ ഉള്ള കോളേജൊക്കെ ആണെങ്കിൽ ഒരു കാര്യമില്ല, അവിടെയുള്ള ഇവിടെയുള്ള കമ്പനികളൊക്കെ ആയിരിക്കും വരുന്നത്, വേറെ കാര്യം. അപ്പോൾ നിങ്ങളുടെ കോളേജിന് ഏതൊക്കെ കമ്പനികളായിട്ട് നല്ല ബന്ധമുണ്ട്, കമ്പനിയുണ്ട്, ഞാൻ കമ്പനിയുമായിട്ട് കമ്പനിയുണ്ട്, ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ മോഡേൺ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയാമല്ലേ, അത് ആശ്രയിച്ചിരിക്കും കേട്ടോ. അതായത് ചില കോളേജുകളിൽ ഇപ്പം പറയുകയാണെങ്കിൽ എന്താ പറയുക, എന്താണ് പറയുക ഇനി അടുത്തത്, ഇനി എന്താ പറയുക, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഓൺ ക്യാമ്പസിൻ്റെ പ്രത്യേകത. അതായത് എന്താ പറയുക, ഇപ്പം നിങ്ങളൊരു ക്യാമ്പസിലേക്ക് പോവുകയാണെന്ന് വെച്ചോ, ആ ക്യാമ്പസുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ട്, ആ ക്യാമ്പസിലെ പ്ലേസ്മെൻറ്റ് ടീമിന് ആർക്കൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, അവർക്ക് ഏതൊക്കെ കമ്പനികളെ നിങ്ങളുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും എന്നുള്ള കഴിവിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് പൂൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ. ഓക്കെ, പൂൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് സാധാരണഗതിയിൽ പൂൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കോളേജസ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട കോളേജുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ RIT കോട്ടയത്തെ ഒരേ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് ആ ഒരു കോളേജ്. പിന്നെ കോട്ടയത്തുള്ള ഒരു കോളേജാണ് എന്താണ് SJCET, പാലായിലുള്ള ഒരു SJCET. പിന്നെന്താണ് പറയുക, പിന്നെ ഏതാണ് ഉള്ളത്, പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, കിടങ്ങൂരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ അമൽ ജ്യോതി കാഞ്ഞിരപ്പള്ളിയിലുള്ളത്. ഓക്കെ, ഇത് അതായത് കോട്ടയം ജില്ലയിലുള്ള ഈ ഒരു എല്ലാ കോളേജുകളെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് ഗ്രൂപ്പാക്കിയിട്ട് ഒരു പ്ലേസ്മെൻറ്റിലങ്ങ് വിട്ടാലോ. അപ്പോൾ എന്ത് ചെയ്യും, ഈ കമ്പനികളൊക്കെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കോളേജിൽ വരും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഈ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനും ഈ കോളേജിൽ പോയിട്ട് പ്ലേസ്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഓൺ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസിലുള്ള കുട്ടികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ എങ്കിൽ, പൂൾ ക്യാമ്പസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോളേജ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്ലേസ്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ, ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് കീഴിൽ ഈ എന്താ പറയുക, പൂൾ പ്ലേസ്മെൻ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പം നമ്മുടെ സർവകലാശാല സാധാരണ KTU, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളും ഒരു തീരുമാനം എടുക്കുകയാണ്, നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് അങ്ങ് എന്താ പറയുക, നമുക്കങ്ങ് എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് മേടിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങ് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ കമ്പനികളെയും ഒരൊറ്റ ക്യാമ്പസിലേക്ക് വിളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് കേരളത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൽ പങ്കെടുക്കാൻ ഒരു അവസരം കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്ലേസ്മെൻറ്റുകളെയാണ് നമ്മൾ പൂൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്. ഇവിടെയാണ് ചതി നടക്കുന്നത്. കോളേജുകൾ നമ്മളോട് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയി കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ കോളേജുകൾ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, എടാ ഞങ്ങളുടെ കോളേജിൽ ഇത്രയും കിട്ടി കേട്ടോ, ഞങ്ങളുടെ കോളേജിൽ പിടിച്ചൊരു കുട്ടിക്കാണ് ഇത്രയും ലക്ഷം കിട്ടിയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, IIT NIT ഒക്കെയാണ് പിന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, നല്ല ഹൈ റാങ്കിലൊക്കെ ഉള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ചില പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകാർ പറയും, ഞങ്ങളുടെ കോളേജിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് അത്രയും കിട്ടിയത് കേട്ടോ എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അത് ഓൺ ക്യാമ്പസ് ആണോ ഓഫ് ക്യാമ്പസ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെങ്കിൽ, അതായത് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ ക്യാമ്പസിന് പുറത്ത് എന്നാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള പ്ലേസ്മെൻറ്റുകളിൽ കോളേജിന് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് സത്യം. അതായത് കോളേജിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളിൽ ഒരുപാട് കമ്പനികൾ ഉള്ളതിനാൽ പോകാൻ നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൺ ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്താ, നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്ന കമ്പനികളിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഓഫ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടംപോലെ കമ്പനികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയിലാണോ കാണേണ്ടത് അവിടെ നിങ്ങൾക്ക് പോയി കയറാം. പക്ഷേ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് മിക്ക ഹയസ്റ്റ് പാക്കേജുകളും ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളിലാണ് സാധാരണഗതിയിൽ കിട്ടാറ്. അതായത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു പാക്കേജ് ലഭിക്കാൻ മികച്ചൊരു അവസരമാണ് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഇത് ക്യാമ്പസിന് പുറത്തായതിനാൽ ക്യാമ്പസിൻ്റെതായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങളും അവിടെ ഇല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര പ്ലേസ്മെന്റ് പ്രോഗ്രാമുകൾക്ക് വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ കൂടുതൽ എന്താ പറയുക, വിദ്യാർത്ഥികൾ അതിനൊക്കെ പങ്കെടുക്കാൻ, അതായത് ഓഫ് ക്യാമ്പസ് ആയതുകൊണ്ട് വേണം ആർക്ക് വേണേൽ കയറി വരാം. ഓൺ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസിൽ പഠിക്കുന്നവർക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ. ഇത് ആർക്ക് വേണേൽ വരാമെന്നുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പിള്ളേർ വരും. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുക എന്നുള്ളതാണ്. പിന്നെ അവിടെ വരുന്ന ആളുകളെ നിങ്ങൾ പഠിക്കുക. പിന്നെന്താ പറയുക, അവർക്കൊരു പക്ഷെ നിങ്ങളെക്കാളും കഴിവുണ്ടാകാതിരിക്കാം. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ ഓൺ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ നിലവാരമൊക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് അവരെ മറികടന്ന് എങ്ങനെ പോകാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷേ ഈ ഓഫ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ നമ്മളെക്കാളും കഴിവുള്ളവരാണോ കഴിവ് കുറഞ്ഞവരാണോ ഒന്നും നമുക്ക് അറിയത്തുപോലുമില്ല. ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളുടെ കുറച്ച് ഡീമെറിറ്റുകൾ പറയട്ടെ. അതായത് പ്ലേസ്മെൻറ്റ് സെക്ഷനുകൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നത് കൊണ്ട് തന്നെ അത് കൂടുതലും വലിയൊരു കോമ്പറ്റീഷനിലേക്ക് നയിക്കും. അതായത് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളിലെ മത്സരം എന്ന് പറയുന്നത് വളരെയധികം ഉയർന്നതാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉള്ളതിനാൽ നിങ്ങൾ മനസ്സിലാക്കണം, കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളതിനാൽ കുറച്ച് അവസരങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഭയങ്കര വലിയൊരു കോമ്പറ്റീഷനായി കേട്ടോ. മിക്ക കമ്പനികളും ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളിൽ എന്താ പറയുക, നല്ല പരിചയസമ്പന്നരായ കുട്ടികളെയും ഒക്കെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓഫ് ക്യാമ്പസ് ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ അവരുടേതായ രീതിയിലാണ് നല്ലതാണ്. നിങ്ങൾ കഴിവുള്ളവരും കഠിനാധ്വാനികളുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയിലേക്ക് നിങ്ങളുടേതായുള്ള ഒരു വഴി തീർച്ചയായും ഉണ്ടാകും. കഠിനമായി പ്രവർത്തിക്കൂ, വലുത് സ്വപ്നം കാണൂ. ഓക്കെ, താങ്ക് യു.